അവൻ്റെ ദാസനും മറ്റെല്ലാ കർത്തൃ ശുശ്രൂഷകന്മാർക്കും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനങ്ങൾ. ഒരു സന്ധ്യ കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നു. ആത്മീയമായി മരിച്ചവരും ശാരീരികമായി മരിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ആവർത്തിക്കട്ടെ, ആത്മീയമായി മരിച്ച ഒരു സമൂഹം, ശാരീരികമായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലാണ് നാമും ജീവിക്കുന്നത്. പക്ഷേ ആത്മീയ ജീവൻ പ്രാപിച്ചവരായി ഓരോ നിമിഷവും നാം ജീവിക്കുമ്പോൾ നാം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യവും കൂടെ നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ആത്മീയ ജീവൻ പ്രാപിച്ചവർക്ക് നിത്യജീവനിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷം, പ്രത്യാശയും തീർച്ചയായും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ആ ഒരു പ്രത്യേക ബോധ്യത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് നമ്മുടെ ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിനിടയിൽ നാം കർത്തൃസന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്. കാണുന്നതെല്ലാം താൽക്കാലികവും നേടുന്നതെല്ലാം നശ്വരവുമാണ്. കാണുന്നതെല്ലാം താൽക്കാലികവും നേടുന്നതെല്ലാം നശ്വരവുമാണ്. അങ്ങനെയെങ്കിൽ നമുക്കായി തന്നെ സമ്പാദിപ്പാൻ, നേടുവാൻ എന്തുണ്ട്? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നാം നേടുന്നതൊക്കെ നശ്വരമാണെങ്കിൽ നാം നഷ്ടപ്പെടുത്തുന്നത് മാത്രമായിരിക്കും നാം സമ്പാദിക്കുന്നത്. അതും എങ്ങനെയുള്ളത് നഷ്ടപ്പെടുത്തിയാൽ? നമുക്ക് ആവശ്യമില്ലാത്തതും പ്രയോജനമില്ലാത്തതും ലാഭകരമല്ലാത്തതുമാണോ? ഒരിക്കലുമല്ല. നമുക്ക് ലാഭമായി തീരുന്നത്, നമുക്ക് പ്രയോജനമായി തീരുന്നത് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് അത് നിക്ഷേപമാണ്. സ്തോത്രം. ആകയാൽ നമുക്ക് ഈ ഭൗമജീവിതത്തിൽ പ്രയോജനപ്പെടും എന്ന് തോന്നുന്നത് ലാഭമായി തീരും എന്നുള്ളത് ക്രിസ്തു നിമിത്തവും സുവിശേഷം നിമിത്തവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിത്യതയിൽ നിക്ഷേപങ്ങൾ കരുതുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആ ഒരു സമർപ്പണത്തോടെ നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്, The word as a sword has equal effect upon sinner, saint and Satan. ദൈവവചനം വാൾ എന്ന നിലയിൽ ഒരു പാപിയുടെ മേലും വിശുദ്ധന്റെ മേലും സാത്താന്റെ മേലും ഒരേപോലെ പ്രവർത്തനക്ഷമമാണ്. The word as a sword has equal effect upon sinner, saint and Satan. സ്തോത്രം. ഇതിൽ എൻ്റെ കേൾവിക്കാരായ ഞാൻ ഉൾപ്പെടെ നാം ഒന്നല്ലെന്നുറപ്പുണ്ട്. നമുക്ക് മനുഷ്യരാകയാൽ സ്തോത്രം, ഒന്നുകിൽ നാം പാപികൾ, അല്ലെങ്കിൽ പാപമോചനം പ്രാപിച്ച പാപികൾ. ഒന്നുകിൽ പാപമോചനം പ്രാപിച്ചിട്ടില്ലാത്ത പാപികൾ, അല്ലെങ്കിൽ പാപമോചനം പ്രാപിച്ച പാപികൾ, വിശുദ്ധന്മാർ. സ്തോത്രം. നാം ഇതിൽ രണ്ട് കൂട്ടത്തിൽപ്പെട്ടവരായാലും ദൈവവചനത്തിന് നമ്മോടൊരു വ്യവഹാരമുണ്ട്. സ്തോത്രം. ആ വ്യവഹാരം നമ്മുടെ ജീവിതത്തിൽ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവവചനത്തിന് അതിൽ തന്നെ ശക്തിയുണ്ട്, അതിൽ തന്നെ ശക്തിയുണ്ട്. നാം മുമ്പ് കേട്ടതുപോലെ ദൈവത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ പാഴായിട്ട് പ്രവർത്തനമൊന്നും ചെയ്യാതെ അത് മടങ്ങുന്നില്ല. അത് അയക്കപ്പെട്ട ഉദ്ദേശം നിവർത്തിക്കും. അത് നിവർത്തിപ്പാനുള്ള ക്ഷമത, കരുത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെയുണ്ട്. സ്തോത്രം. അതിനൊരു ബാഹ്യ ശക്തിയുടെ ആവശ്യമില്ല. നാം പലപ്പോഴും ദൈവശക്തിയെ അളക്കുന്നത് ബാഹ്യശക്തികളുടെ സ്തോത്രം
അളവുകോൽ വെച്ചുകൊണ്ടാണ്, ബാഹ്യശക്തികളുടെ അളവുകോൽ വെച്ചുകൊണ്ട്. ഞാൻ വന്ന ആ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ സഹോദരന്മാർ തമ്മിൽ സംസാരിച്ചപ്പോൾ കാനമച്ചൻ്റെ ഒരു ആശയം കടമെടുത്ത് പറയുകയുണ്ടായി. സ്തോത്രം. അദ്ദേഹം ഇങ്ങനെയാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരിക്കൽ പറഞ്ഞത്, ഒരു കോടതിയിൽ, കച്ചേരിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുക. അവിടെ വാദിക്കുന്ന വക്കീൽ ഭയങ്കര ശബ്ദകോലാഹലങ്ങളോടുകൂടെ ശബ്ദമുയർത്തി മേശയിലൊക്കെ അടിച്ച്, പുസ്തകത്തിലൊക്കെ അടിച്ച്, ചിലപ്പോൾ തൻ്റെ നിയമപുസ്തകമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടും ഭയങ്കര ശബ്ദത്തിൽ വാദിക്കുന്നു. എന്നാൽ കുറെ കഴിഞ്ഞോ ചില ദിവസങ്ങൾക്ക് ശേഷമോ വേറെ ഒരാള് പ്രത്യേകിച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതുക്കെ വരുന്നു, ഒരുക്കപ്പെട്ട ഇരിപ്പിടത്തിൽ വന്നിരിക്കുന്നു, എന്തോ ഫയലോ പുസ്തകമോ ബുക്കോ ഏതാണ്ട് തുറന്നിട്ട് വളരെ ശാന്തമായി ഒരു വിധി വായിക്കുന്നു. ഇതിലേതിനാ ശക്തി? പ്രൈസ് ദി ലോർഡ്. ശബ്ദകോലാഹലങ്ങളോടുകൂടെ വാദിച്ച വക്കീലിന്റെ ശബ്ദത്തിനല്ല, അവിടെ അധികാരത്തോടുകൂടെ പ്രഖ്യാപിക്കപ്പെട്ട ആ ന്യായാധിപന്റെ വാക്കുകൾക്കാണ് ശക്തി. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ നിത്യ ന്യായാധിപനായ, സ്തോത്രം, വലിയ വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സകല സൃഷ്ടികളെയും ന്യായം വിധിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ആധികാരികമായ വിധിപ്രഖ്യാപനമാണ് ഈ വചനം. ആകയാൽ ആ വചനം, അതിന്റെ പ്രവൃത്തി നമ്മിൽ തികച്ചെടുക്കുവാൻ നാം തന്നെ നമ്മെ സമർപ്പിക്കുക. സ്തോത്രം. ആ ആധികാരികതയോടെ ദൈവവചനത്തെ ഉൾക്കൊള്ളുവാൻ, വിശ്വസിപ്പാൻ, അനുസരിപ്പാൻ നമുക്കിന്ന് രാത്രിയിലും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്തോത്രം. ഇന്നലെ രാത്രിയിൽ നാം ചിന്തിച്ചത് ദൈവജനത്തിന്റെ ഏറ്റവും വലിയ വിശേഷത എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ടായിരുന്നു. അത് നാം കണ്ടു. ഒന്നാമത്തെ വിശേഷത, ദൈവത്തിന്റെ സാന്നിധ്യത്തിൻ സാമീപ്യം. വളരെ അടുത്ത് അനുഭവിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, വളരെ അകന്നു നിൽക്കുന്ന ഒരു സാന്നിധ്യമല്ല. നോട്ട് എ ട്രാൻസെൻഡന്റ് പ്രസൻസ് ഓഫ് ഗാഡ്, ബട്ട് ആൻ ഇമ്മനന്റ്, വളരെ അടുത്തിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ആ വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, സ്തോത്രം, ദൈവജനം വിളിക്കപ്പെട്ടിരിക്കയാൽ പ്രിയരെ നാം ധന്യർ എന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ആ വിഷയത്തിൽ തന്നെ, സ്തോത്രം, തുടർന്നുകൊണ്ട് മറ്റൊരു ചിന്ത കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. പ്രാർത്ഥനയോടും ശ്രദ്ധയോടും ദൈവവചനത്തിന് മുൻപാകെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം തന്റെ ജനത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ നമ്മുടെ കുടിവരവുകൾക്കോ നമുക്കോ യാതൊരു പ്രത്യേകതകളും ഇല്ല എന്ന് ഇന്നലെ രാത്രിയിൽ നാം കണ്ടുവല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം. ഒരിക്കൽ കൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എങ്കിലും ഞാൻ പറയാം. ആ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 16. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തിന്റെ വിശേഷത അവരുടെ കൂടാരത്തിലോ അവരുടെ വസ്ത്രത്തിലോ ഭക്ഷണത്തിലോ ഭാഷയിലോ സംസ്കാരത്തിലോ ആയിരുന്നില്ല. അവരുടെ വിശേഷത അവരോട് കൂടെ സഞ്ചരിച്ച ദൈവത്തിന്റെ സാന്നിധ്യം നിമിത്തമായിരുന്നു. സ്തോത്രം. നമ്മുടെയും ജോലിയോ വേലയോ നമ്മുടെ വിലാസമോ നമ്മുടെ നിറമോ നമ്മുടെ ഭാഷയോ സംസ്കാരമോ നാം കൈപ്പറ്റുന്ന ശമ്പളമോ ഇതൊന്നും ആയിരിക്കുകയില്ല. എന്റെയും നിങ്ങളുടെയും വിശേഷതയ്ക്ക് നിദാനം പ്രത്യുത നമ്മോടുകൂടെ വസിക്കുന്ന, നമ്മുടെ നടുവിൽ വസിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കണം. അതുതന്നെ ആയിരിക്കണം നമ്മുടെ വിശേഷതയുടെ അളവുകോൽ. സ്തോത്രം. പക്ഷേ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടോ? ഇല്ലെങ്കിൽ നാം എന്ത് ചെയ്യണം? ആ ദൈവത്തിന്റെ സാന്നിധ്യം, ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ കർത്താവ് പ്രത്യേകാൽ 3 വിഷയങ്ങൾ നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ നൽകി. ആ ദൈവ സാന്നിധ്യത്തോടുള്ള ബന്ധത്തിൽ ജനത്തിന്റെ ത്രിവിധമായ
വീക്ഷണങ്ങളാണ്, സ്തോത്രം, അനുഭവങ്ങളാണ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് മടങ്ങി വരുമെന്ന വിഷയത്തിലേക്ക്, യഥാസ്ഥാപനം എന്ന വിഷയത്തിലേക്ക് ഓടിക്കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം വരുമ്പോൾ ആ പ്രത്യേക മനോഭാവങ്ങൾ കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ സാന്നിധ്യത്തോടുകൂടെ, ദൈവത്തിന്റെ സാന്നിധ്യത്തോട് മനുഷ്യർക്ക്, ദൈവസഭയ്ക്ക്, വിശുദ്ധന്മാർക്ക് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. സ്തോത്രം. ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടോ ഇല്ലയോ, നാം അതിനെ വിലയിരുത്താറുണ്ടോ? ഇന്നലെ തന്നെ നമ്മുടെ കൺവെൻഷനിൽ, സ്തോത്രം, നാം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ചിന്തിച്ച് കാണും, വീട്ടിൽ പോയിട്ട് ചിന്തിച്ച് കാണും, ചിലരൊക്കെ പരസ്പരം സംസാരിച്ച് കാണും, ഇന്നയാളിനെ കണ്ടില്ലല്ലോ, എന്താ വരാഞ്ഞത്? വന്നവര് തമ്മിൽ സംസാരിച്ച് കാണും. ചിലപ്പോൾ വന്നവരാരെങ്കിലുമോ പാസ്റ്റർ തന്നെയോ ചിലപ്പോൾ വരാത്തവരെ വിളിച്ച് ചോദിച്ചു കാണും, എന്താ കണ്ടില്ലല്ലോ, നല്ല കാര്യം ചെയ്തു കൊള്ളുക. എന്നാൽ സ്തോത്രം, നമ്മോടുകൂടെ ദൈവമുണ്ടായിരുന്നുവോ, നമ്മുടെ നടുവിൽ ദൈവം വന്നിരുന്നുവോ എന്ന് നമ്മൾ എത്ര പേര് വിലയിരുത്താറുണ്ട്? അഥവാ ഇല്ല എങ്കിൽ, സ്തോത്രം, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതെന്തുകൊണ്ട് എന്ന് കാരണം വിലയിരുത്തി അതിന് പരിഹാരം കാണുവാൻ നാം ശ്രമിക്കാറുണ്ടോ? അത് ഒരു കൺവെൻഷൻ ആകട്ടെ, ഒരു സാധാരണ ഭവന പ്രാർത്ഥനയാകട്ടെ, മറ്റേതെങ്കിലും ഒരു യോഗമാകട്ടെ, സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തി, സ്തോത്രം, അത് നിശ്ചയം പ്രാപിച്ചു പോകേണ്ട ആവശ്യം നമുക്കുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവ സാന്നിധ്യം ഇന്ന് കാണുന്ന സഭ എന്ന് പറയപ്പെടുന്ന കൂട്ടങ്ങളിൽ കാണുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവ സാന്നിധ്യം പലപ്പോഴും 3 അളവുകളിലാണ് ആമേൻ അനുഭവിക്കുന്നത്. 1, നിഷ്ക്രിയമായിട്ടാണോ സക്രിയമായിട്ടാണോ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്നത്? മനസ്സിലായി കാണില്ലായിരിക്കും, ഒരുപക്ഷെ വിശദമാക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, നമുക്ക് പരിചയമുള്ള ഭാഗമായതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, യേശു ക്രിസ്തു ഏകദേശം 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയും അപ്പനും എല്ലാവരും കൂടെ ദേവാലയത്തിൽ പോയി. തിരികെ വരുന്ന ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാലൻ കൂടെ കാണും എന്ന് കരുതി മറിയയും യോസേഫും ഒക്കെ ഒരു ദിവസത്തെ വഴിവിട്ടു പോരുന്നു. എന്നാൽ ഇവരെന്ത് കരുതി? യേശു അവരോട് കൂടെ കാണും എന്ന്, ഉണ്ടെന്നുമല്ല, കൂടെ കാണും എന്ന്. സ്തോത്രം. പക്ഷേ അവർ കരുതിയതുപോലെ യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് അന്ന് വൈകിട്ടെങ്കിലും അവർക്ക് കാര്യം മനസ്സിലായി, അയ്യോ യേശു കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് എന്നാൽ ഇങ്ങ് വരും എന്ന് കരുതി അവിടെ തന്നെ ഇരിക്കാതെ അവര് തിരികെ പോയി യേശുവിനെ കണ്ടു, കൂട്ടിക്കൊണ്ടുവന്നു. ഇന്ന് രാത്രിയിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിത യാത്ര ഈ മറിയയും കൂട്ടരും ചെയ്തതുപോലെയല്ലേ? യേശു കർത്താവ് കൂടെ കാണും എന്ന് കരുതി നാം പലപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, നമ്മുടെ കൂടെ കാണും എന്ന് കരുതിയല്ല, ഉണ്ടായിരിക്കും എന്ന് കരുതിയല്ല, എന്നാൽ യേശു കൂടെ ഉണ്ട് എന്ന ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ വേണം നമ്മുടെ യാത്ര നാം നടത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. കൂടെ യേശു ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എനിക്കും നിങ്ങൾക്കും അനിവാര്യമാണ്. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് കരുതിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നവരും സ്വാഗതം ചെയ്യുന്നവരും കൈയടിക്കുന്നവരുമായി നാം മാറരുത്. പ്രത്യുത അത്യുന്നതനായ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ, മരുഭൂയാത്ര മുൻപോട്ട് നയിപ്പാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായി തീരണം. സ്തോത്രം. മറിയയെ പോലെ ആകരുത്, കൂടെ കാണും എന്ന് കരുതി. സ്തോത്രം. 2-ാമത്തെ സംഗതി നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വീണ്ടും കാണുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ അവിടെ നാം കാണുന്നത് യേശുവും ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുകയാണ്.
യേശു കൂടെയുണ്ട്. പക്ഷേ നാം വായിക്കുന്നു, കർത്താവ് പടകിൽ ഉറങ്ങി. എ സ്ലീപ്പിംഗ് പ്രസൻസ്. ഒന്നാമത് ലോസ്റ്റ് പ്രസൻസ്, ഇവിടെ എ സ്ലീപ്പിംഗ് പ്രസൻസ്. ഇവിടെ യേശു കൂടെ ഉണ്ടെങ്കിലും നിഷ്ക്രിയമായി ഉറങ്ങുന്ന സാന്നിധ്യമായിരിക്കുകയാ. ശിഷ്യന്മാർ ആവോളം പരിശ്രമിച്ചു പടകിനെയൊക്കെ നേരെയാക്കുവാൻ, യാത്ര മുൻപോട്ട് നയിപ്പാൻ. പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ, ചരിത്രം അറിയാവുന്നത് കൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല, ഏറ്റവും ഒടുവിൽ അവർ ഉറങ്ങുന്ന ഗുരുവിനെ ഉണർത്തി. നമ്മുടെ ജീവിതത്തിലും യേശു കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോൾ തന്നെ അത് നിഷ്ക്രിയമല്ലെന്ന്, ഉറങ്ങുന്ന സാന്നിധ്യമല്ലെന്നും കൂടെ ഉറപ്പുവരുത്തണം. നിഷ്ക്രിയമായി കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ നാം അവനെ സക്രിയനായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് എഴുതി വച്ചിരിക്കുന്നത്, ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്. നല്ല കാര്യം. പിന്നീട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ദി അൺസീൻ ഗസ്റ്റ് അറ്റ് എവറി മീൽ ആൻഡ് എ സൈലന്റ് ലിസണർ ടു എവറി കോൺവെർസേഷൻ. എനിക്കതിനോട് യോജിപ്പില്ല. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരോട്, പപ്പാമാരോട്, ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അതിഥിയാണോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങൾ മറഞ്ഞു നിന്ന് കേൾക്കുന്ന ഒരു രഹസ്യാന്വേഷകനാണോ? നിങ്ങളുടെ വീട്ടിലെ ഓരോ പ്രാവശ്യത്തെയും ഊണുമേശയിൽ അതിഥിയായിട്ടെത്തുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഒരിക്കലും ആയിരിക്കില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ കുടുംബനാഥൻ എന്ന പേരിന് അർഹനല്ല. സ്തോത്രം. ഒരു അതിഥി, എ ഗസ്റ്റ്, ഒരു അതിഥി എത്ര ദിവസം വീട്ടിൽ താമസിക്കും? എത്ര നേരത്തെ ആഹാരം കഴിക്കും? ഒരു അതിഥിക്ക് വീട്ടിൽ, ആ വീട്ടിൽ എമ്മാത്രം സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്. പലരും യേശുവിനെ അവരുടെ ജീവിതത്തിലും വീട്ടിലും സഭയിലും അതിഥിയായിട്ടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഈ പുസ്തകം വെളിപ്പെടുത്തുന്ന, ഞാൻ പ്രസംഗിക്കുന്ന യേശു ഒരുത്തന്റെയും ജീവിതത്തിൽ, ഒരു കുടുംബത്തിലും ഒരു സഭയിലും അതിഥിയായി വരുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ വരുന്നെങ്കിൽ കർത്താവായിട്ടാണ് വരുവാൻ ആഗ്രഹിക്കുന്നത്. Praise the Lord. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും നിയന്ത്രിക്കുന്ന, ആധിപത്യം നടത്തുന്ന, കർത്തൃത്വം നടത്തുന്ന കർത്താവായി ജീവിതത്തിൽ വരുവാൻ, കുടുംബത്തിൽ വരുവാൻ അല്ല, വാഴുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Praise the Lord. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ഉറച്ചു ചിന്തിക്കേണ്ട വിഷയമാണ്, യേശുവിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു സന്ദർശകനായി, ജീവിതത്തിലെ ഒരു അതിഥിയായി നാം ഇതുവരെ കണ്ടുവെങ്കിൽ തെറ്റിപ്പോയി. ഇന്ന് രാത്രി അവന്റെ പാദപീഠങ്ങളിൽ വീണുകിടന്ന് ആ സ്ത്രീയെ പോലെ കരഞ്ഞ് അനുതപിച്ച് അവന്റെ കാലുകളെ കണ്ണുനീര് കൊണ്ട് കഴുകൂ. എന്നിട്ട് അവനോട് പറയൂ, അല്ല കർത്താവേ, ഇതുവരെയും ഞാൻ അങ്ങയെ സന്ദർശകനായി മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മുതൽ ഇതാ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും അങ്ങേക്ക് ഞാൻ കൈമാറുകയാ. Praise the Lord. സ്തോത്രം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും യേശുവിന് കർത്തൃത്വം വേണം. ജീവിതത്തിന്റെ ഏതു മേഖലയിലും ദൈവത്തിന് പരമാധികാരം വേണം. ഹല്ലേലൂയ. അവൻ കർത്തൃത്വം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവനല്ല, അവൻ അധികാരം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവനല്ല. പ്രൈസ് ദ ലോർഡ്. ഈ രാത്രിയിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം നിഷ്ക്രിയമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സഭയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഇതുവരെയും നിഷ്ക്രിയമായിരുന്നുവെങ്കിൽ നമുക്കൊരുമിച്ച് ദൈവത്തോട് നിലവിളിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കർത്തൃത്വവും നമ്മുടെ കർത്താവിന് കൈമാറാം. പ്രൈസ് ദ ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഷോപ്പിങ്ങിന് പോകുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി മേടിക്കാൻ പോകുകയാണെന്നിരിക്കട്ടെ. എന്നെ എൻ്റെ ഭാര്യയെ വിളിച്ചു, നിർബന്ധിച്ചു. ഞാൻ പോയി. ചെന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ കടയിൽ കയറാം. ഭാര്യ പറഞ്ഞു, വേണ്ട, നമുക്ക് ഇവിടെ കയറാം. ഞാൻ അവളുടെ വാക്ക് കേട്ട് ആ കടയിൽ കയറി. ഇഷ്ടമുള്ളതൊക്കെ പെറുക്കിയിട്ടു.
അതിൽ നിന്ന് ചിലതൊക്കെ തിരഞ്ഞെടുത്തു. എന്നോട് അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നതൊക്കെ കൊള്ളാം, ഇന്നതൊക്കെ എടുക്കാം. എന്നെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയി. പക്ഷെ ഞാൻ പറഞ്ഞ കടയിൽ കയറിയില്ല. പോകട്ടെ, എന്നോട് സെലക്ഷന് വേണ്ടി എടുത്തിട്ടു. ഞാൻ പറഞ്ഞത് അവൾ എടുത്തില്ല. ഞാൻ അവിടെ വെച്ച് വഴക്കിടണ്ട എന്ന് കരുതി മിണ്ടിയില്ല. എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അടുത്ത പ്രാവശ്യം ഷോപ്പിങ്ങിന് പോകുവാൻ വേണ്ടി എന്നെ വിളിച്ചു വന്നിരിക്കട്ടെ, നിങ്ങൾ പറഞ്ഞാൽ പോകുമോ? പോകത്തില്ല. ഇനി അഥവാ പോയാൽ നേരത്തെ ഞാൻ പറയും, ദേ എന്നോട് ഒരു കാര്യം ചോദിച്ചേക്കരുത്. ഏത് വേണമെന്നോ, ഏത് നിറം വേണമെന്നോ, ഏത് വിലയിലെ വേണമെന്നോ, ഏത് ബ്രാൻഡിന്റെ വേണമെന്നോ ഒന്നും ചോദിച്ചേക്കരുത്. ഞാൻ കൂടെ വരാം, ജസ്റ്റ് വരാം. ഞാൻ ഒരുപക്ഷെ പോയെന്നിരിക്കും, പക്ഷെ ഒരു അഭിപ്രായം പറയാൻ ഞാൻ മുതിരുകയില്ല. മൂന്നാം പ്രാവശ്യം വീണ്ടും ക്ഷണിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയും, ഇല്ല, ഇനിയും നീ തന്നെ പോയാൽ മതി, എന്നാ വണ്ടിക്കൂലിക്ക് വേണമെങ്കിൽ കാശ്. നോക്കണേ, ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ഞാൻ കൂടെ പോയെങ്കിലും എന്റെ വാക്കുകൾക്ക് എന്റെ ഭാര്യ വില കൊടുക്കാതിരുന്നത് കൊണ്ട്, എന്റെ അഭിപ്രായങ്ങൾക്ക് അവൾ വിലമതിക്കാതിരുന്നത് കൊണ്ട്, അടുത്ത പ്രാവശ്യം പോയപ്പോൾ ഞാൻ കൂടെ പോയെങ്കിലും വെറും ഒരു പാവയെ പോലെ അവൾ തിരിഞ്ഞിടത്തേക്കൊക്കെ ഞാനും തിരിഞ്ഞു, അവളുടെ പുറകെ ഞാനും പോയെന്നല്ലാതെ ഒരു അഭിപ്രായവും പറഞ്ഞില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ദൈവം നൽകി തന്നു. ദൈവം പലപ്പോഴും നമ്മോട് പലതും പറഞ്ഞു. ഞാനും നിങ്ങളും അവന്റെ വാക്കുകളെ കേൾക്കാതെ, അവന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെടാതെ ജീവിച്ചപ്പോൾ കുറെ നാളുകൾ കൂടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായി എന്ന് വന്നേക്കാം. പക്ഷേ അതൊരു സക്രിയമായ സാന്നിധ്യമല്ല, അത് കേവലം നിഷ്ക്രിയമായ സാന്നിധ്യമായി. എന്നാൽ അങ്ങനെ നിഷ്ക്രിയമായ സാന്നിധ്യത്തോടുകൂടെ അനേക ദിവസങ്ങൾ, വളരെ നാളുകൾ നമ്മോടുകൂടെ പാർക്കുവാൻ ഇഷ്ടപ്പെടുന്നവനല്ല നമ്മുടെ ദൈവം. അവൻ നമ്മെ വിട്ട് പോയിക്കളയും. അതാണ് ഇന്നത്തെ സഭകൾക്ക് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി. എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? സ്തോത്രം. മനസ്സിലാകുന്നുവെന്ന് ഞാൻ കരുതുന്നു. പ്രിയരെ, നമ്മോടുകൂടെയുള്ള ദൈവ സാന്നിധ്യം ഒന്ന് ഉണ്ടെന്ന് കരുതി നാം പോകുന്ന ഒരു പോക്ക്, പക്ഷേ കൂടെയില്ല. രണ്ട്, ഉണ്ടായിട്ടും ഉറങ്ങുന്ന നിഷ്ക്രിയമായിരിക്കുന്ന സാന്നിധ്യം. ഇന്ന് രാത്രിയിൽ ആ അവസ്ഥകളെ മാറ്റി ദൈവത്തിന് സമ്പൂർണ്ണ അധികാരവും പരമാധികാരവും കർത്തൃത്വവും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം കടന്നു വരണം. മൂന്നാമതൊരു സാന്നിധ്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 24-ാം അധ്യായത്തിൽ നാം കാണുന്നു. എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, യേശുവും അവരോട് കൂടെ നടന്നു. പക്ഷേ കർത്താവ് അപ്രത്യക്ഷനാകുന്നത് വരെ അവർക്ക് യേശു ആണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. അൺറെക്കഗ്നൈസ്ഡ് പ്രസൻസ്, തിരിച്ചറിയുവാൻ കഴിയാതെ ഇരുന്ന സാന്നിധ്യം, അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ ഇരുന്ന സാന്നിധ്യം. അവരോട് കൂടെ നടന്നു, തിരുവെഴുത്തുകൾ തെളിയിച്ചു കൊടുത്തു, ഒക്കെ ചെയ്തിട്ടും അവർക്കത് യേശുവാണെന്ന് തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അപ്രത്യക്ഷനായ ശേഷമാണ് പറഞ്ഞത്, അയ്യോ അത് ഗുരുവായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടില്ലേ പ്രിയരെ? നമ്മോട് കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ കഴിയാത്തവരായി, തിരിച്ചറിഞ്ഞവന് നന്ദി കരേറ്റുവാൻ കഴിയാത്തവരായി, ആ കർത്താവിന്റെ സാന്നിധ്യത്തോട് അടുത്ത് ഇടപഴകുവാൻ കഴിയാത്തവരായി നാം മാറിയിട്ടുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ ആ എമ്മൗസിലെ ശിഷ്യന്മാർ ഉടൻ തന്നെ എഴുന്നേറ്റ് അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയതുപോലെ, സ്തോത്രം, നമുക്കും ഒരു മടങ്ങിപ്പോക്കിന്റെ ആവശ്യമുണ്ട്. നമുക്കും ഒരു തിരിച്ചു നടപ്പിന്റെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ദൈവ സാന്നിധ്യത്തിലേക്ക് തിരിച്ചു നടക്കുന്ന രാത്രിയായി തീരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിട്ട് നമ്മുടെ സൗകര്യാർത്ഥം എവിടെയെങ്കിലും പോകുന്ന ഒരു യാത്രയല്ല. മാമി, നാം എവിടെയെങ്കിലും പോകുവാൻ ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ പോലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ്, ദൈവ സാന്നിധ്യം എവിടെയുണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് അവരുടെ സന്നിധിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം ഒരുക്കമാണോ ഒരു മടങ്ങിപ്പോക്കിന്? കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക്, ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക്.
ഹല്ലേലൂയ. ഇന്ന് പല സഭകളിലും സഭ എന്ന് പേരുണ്ടെങ്കിലും അവിടങ്ങളിലൊന്നും കർത്താവിൻ്റെ സാന്നിധ്യമില്ല എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ്. ലവോദിക്കിയ സഭയുടെ കാലയളവിലൂടെ ഇന്നത്തെ സഭ കടന്നു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലവോദിക്കിയ സഭയിൽ എവിടെയാണ് യേശുവിന് സ്ഥാനം? നാം വായിക്കുന്നു വെളിപ്പാട് 3:20, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അകത്തോ പുറത്തോ? അകത്താണെങ്കിൽ മുട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഇറങ്ങി പോയാലും മതിയല്ലോ. സ്തോത്രം. എന്നാൽ യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട കേവലം സംഘടനകളായി ഇന്നത്തെ സഭകൾ അധപ്പതിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നാം സംഘടനകളായി അധപ്പതിക്കാതെ സഭയുടെ നിലവാരം നിലനിർത്തുവാൻ ശ്രദ്ധാലുക്കളായി അതിനുവേണ്ടി നാം അരമുറുക്കി ദൈവസന്നിധിയിലായിരിക്കുക. ആമേൻ. നാം സംഘടനകളായി അധപ്പതിക്കരുത്. വളരെ സുസംഘടിതമായ സംഘടനകളായി മുൻപോട്ട് പോകുവാൻ യേശു ഇല്ലാതെയും നമുക്ക് കഴിയും. എന്നാൽ ഒരു സുസംഘടിത സംഘടനയല്ലെങ്കിലും യേശുവിന്റെ ജീവിക്കുന്ന സക്രിയമായ സാന്നിധ്യമുള്ള ദൈവസഭയായി മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയും. ഏതു വേണമെന്ന് നാം തിരഞ്ഞെടുത്തു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ? സ്തോത്രം. ക്രിസ്തു സാന്നിധ്യം ഇല്ലാതെയും നമുക്ക് നല്ല ഒരു സംഘടനയായിരിക്കാം. എന്നാൽ ഒരു അപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഇല്ലെങ്കിലും കർത്തൃ സാന്നിധ്യമുള്ള സഭയായിരിക്കാൻ കഴിയും. ഈ രാത്രിയിൽ ദൈവത്തിന് ആവശ്യം ഒരു സഭയാണ്, യേശുവിന് വസിപ്പാൻ കഴിയുന്ന ഒരു സഭ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ക്രിസ്തുവിന് വസിപ്പാൻ കഴിയുന്ന, ക്രിസ്തുവിന് സ്വാതന്ത്ര്യമുള്ള, ക്രിസ്തുവിന് അന്തിമ വാക്ക് പറവാൻ കഴിയുന്ന ഒരു സഭ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ലാസ്റ്റ് വേർഡ് ഷുഡ് ബി ഫ്രം ദി ലോർഡ്. Church should be a church where Christ has lordship. Christ has the authority for the final word. അന്തിമമായ തീരുമാനം എടുക്കുവാൻ, വിധി പറയുവാൻ യേശുവിന് സ്വാതന്ത്ര്യമുള്ള ഒരു സഭയായി എന്റെയും നിങ്ങളുടെയും ആത്മീയ കൂടിവരവുകൾ ഈ കാലങ്ങളിൽ തീരണം. അവിടെ സ്തോത്രം ശ്രുതിമധുരമായ ഗാനങ്ങൾ ഉണ്ടായെന്ന് വരികയില്ല. അവിടെ നല്ല സ്തോത്രം യോഗ്യതകളുള്ള ശുശ്രൂഷകന്മാർ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരികയില്ല. പണമുള്ള വിദ്യാഭ്യാസമുള്ള പലരും അവിടെ ഉണ്ടായെന്ന് വരികയില്ല. എന്നാൽ യേശുവിന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു ദൈവസഭയായി തീരുക ഈ രാത്രിയിൽ കേൾവിക്കാരെ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. മറ്റു യാതൊരു നിബന്ധനകളുമില്ലാതെ യേശുവിന് വേണ്ടി നമ്മുടെ കുടുംബത്തെയും സഭകളെയും നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അതെത്ര സന്തോഷകരമാണെന്നറിയാമോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യോഗം തീർന്നാലും ജനം പോകുകയില്ല. യോഗം തീർന്നു കഴിഞ്ഞിട്ട് സ്തോത്രം രുചികരമായ ഭക്ഷണം വിളമ്പിയാലും ചിലപ്പോൾ യാന്ത്രികമായി അവർ ഭക്ഷിച്ചെന്ന് വരും. അതിന്റെ സ്വാദ് ആസ്വദിപ്പാൻ അവർക്ക് കഴിയത്തില്ല. കാരണം അവർ ഭക്ഷിക്കുന്ന സ്വാദിഷ്ടമായ ആഹാരത്തെക്കാൾ എത്രയോ മനോഹരമായ, രുചികരമായ, ശ്രേഷ്ഠമായ ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആ ഒരു വലിയ ദൈവ സാന്നിധ്യമാണ് ഈ രാത്രിയിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടത്. ആ ഒരു ആത്മാവിന്റെ തലത്തിലേക്ക് ദൈവസഭ ഉയരണം കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ പലപ്പോഴും ഒരു നല്ല, ഇന്നലെയും ദേവദാസൻ ഇവിടെ പറയുകയുണ്ടായി, ഒരു നല്ല പ്രസംഗമാണെന്നോ കൊള്ളാമായിരുന്നെന്നോ ഇല്ലെന്നോ ഒക്കെ മാർക്കിട്ടിട്ട് നാം പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട്? ആ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഇല്ലാത്തത് കൊണ്ടും ആ സാന്നിധ്യത്തിന് നാം കീഴ്പ്പെടാത്തത് കൊണ്ടുമാണ്. എന്നാൽ അരുത് പ്രിയരെ, യോഗം തീർന്നു കഴിഞ്ഞാലും പോകുവാൻ കഴിയാത്തതുപോലെ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ സ്വാധീന വലയത്തിൽ ഞാൻ നിങ്ങളുമായി തീരണം. സ്തോത്രം. ഇന്ന് രാവിലെ പ്രാർത്ഥനാമധ്യേ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം. ഒരു മുട്ടയുടെ മേൽ പൊരുതിരിക്കുന്ന അടക്കോഴി
ആ തള്ളക്കോഴിയെ വീട്ടുകാർ നിർബന്ധത്തോടെ തീറ്റി തിന്നാനും വെള്ളം കുടിക്കുവാനും ഇറക്കി വിട്ടാലും കഷ്ടിച്ച് വെള്ളം കുടിച്ചിട്ട് അത് ഓടി വീണ്ടും ആ മുട്ടമേൽ വന്ന് പൊരുതിരിക്കും. ഇതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകുവാൻ കഴിയാത്തതുപോലെ ആ ദൈവ സാന്നിധ്യത്തിനു വേണ്ടിയുള്ള ഒരു അഭിവാഞ്ചയോടെ അവൻ കാത്തിരിക്കുന്ന ഭക്തന്മാരെയാണ് ഈ കാലങ്ങളിൽ ദൈവസഭയ്ക്ക് ആവശ്യം. അങ്ങനെയുള്ള ഭക്തന്മാരാണ് പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ദേഹവും ദേഹിയും മനസ്സും ബുദ്ധിയും ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും ഇവയെല്ലവും കൂടെ സമ്പൂർണ്ണ ആളത്വത്തിൽ സംയോജിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഭക്തൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ജീവനുള്ള ദൈവത്തിനു വേണ്ടി കൊതിക്കുന്നു. ഹല്ലേലൂയ. ഈ കാലങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് വേറെ യാതൊരു യോഗ്യതയില്ലാത്തവർ കയറി വന്നാലും ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഊഷ്മളതയിൽ അതിന്റെ ആ ചൂടിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന വിശുദ്ധന്മാർ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിച്ച് തൃപ്തനായി കഴിഞ്ഞാൽ ആ കുഞ്ഞമ്മയുടെ മടിയിൽ തന്നെ ഇരിപ്പാൻ, ആ ചൂടോടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആരെങ്കിലും അതിന് ചോക്ലേറ്റ് കൊണ്ട് കൊടുത്താലും ഒരുപക്ഷെ അത് ഓടിപ്പോയി ചോക്ലേറ്റ് വാങ്ങിയിട്ട് പിന്നെ വന്ന് മമ്മിയുടെ മടിയിൽ കയറിയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ഉത്തരവാദിത്വങ്ങളുണ്ട്, നമുക്ക് പല ജോലികളുണ്ട്, കടമകളുണ്ട്. അതൊന്നും ഈ സാന്നിധ്യം കൊണ്ട് നാം മുടക്കുകയില്ല. പക്ഷേ അതൊക്കെ നാം വളരെ വേഗത്തിൽ തീർത്തിട്ട് വീണ്ടും വീണ്ടും നാം ആഗ്രഹിക്കുന്നത്, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകുമെന്ന. സ്തോത്രം. എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ തീർത്തിട്ട് കർത്താവുമായുള്ള ആ സ്വകാര്യ ബന്ധത്തിൽ കഴിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് വിശുദ്ധന്മാർ, ഈ സാന്നിധ്യം അനുഭവിക്കുന്നവർ. ഒരിക്കലെങ്കിലും ഈ സാന്നിധ്യത്തിന്റെ ഊഷ്മളത അതിന്റെ ആഴങ്ങളിൽ അനുഭവിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും അതില്ലാതെ ജീവിക്കുവാൻ സാധ്യമല്ല. സ്തോത്രം. ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടി പ്രിയരെ ഇന്ന് രാത്രി നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നാം അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് നിലവിളിക്കാം, ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഇങ്ങനത്തെ ഒരു വാഞ്ച എന്റെ ഉള്ളിൽ അങ്ങ് പുതുക്കണമേ. മറ്റൊന്നിനും വേണ്ടിയല്ല, ഉന്നതമായ ജീവിതത്തിന്റെ നിലവാരങ്ങൾക്ക് വേണ്ടിയല്ല, ഹല്ലേലൂയ, ഭൗമികമായ നിലവാരങ്ങൾക്ക് വേണ്ടിയല്ല, ബിസിനസ് മെച്ചപ്പെടുത്തുവാനല്ല, നമുക്ക് ഉന്നതമായ മറ്റൊരു ജോലി നേടുവാനല്ല, തലമുറകൾക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തേടി അലയുവാനല്ല. ഇവയ്ക്കൊന്നിനും ഞാൻ പ്രാധാന്യം കൊടുക്കാതെ, കർത്താവേ, എന്റെ ഏക ലക്ഷ്യം അങ്ങയുടെ അക്ഷരീയമായ സാന്നിധ്യത്തിന്റെ ചൂടിൽ വസിക്കുവാനാണ്, അതെനിക്ക് തരണമേ എന്ന് ദൈവത്തോട് ഞാനും നിങ്ങളും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരും വിലപിക്കുന്നവരുമാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ആഗ്രഹങ്ങളെ തമ്പുരാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പഴയ നിയമത്തിലായിരുന്നുവെങ്കിൽ ഈ സാന്നിധ്യത്തിന് വസിപ്പാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. In the Old Testament there was a particular place for this presence of God. ആ സ്ഥലത്തേക്ക് അവർക്ക് എത്തണമായിരുന്നു. മരുഭൂമിയിൽ അവരുടെ കൂടെ സഞ്ചരിച്ച സാന്നിധ്യമായിരുന്നുവെങ്കിലും കനാനിൽ എത്തിപ്പെട്ട ശേഷം ആ സാന്നിധ്യം ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്നു. That was limited to a particular center of worship, a place of worship. എന്നാൽ പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ സാന്നിധ്യം ഒതുങ്ങി നിൽക്കുന്നില്ല. പഴയ നിയമപ്രകാരമായിരുന്നുവെങ്കിൽ നമുക്ക് സഭാ ഹാളിലേക്ക് ഓടി വരണമായിരുന്നു. എന്നാൽ നാം പുതിയ നിയമ ജനമാകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക്, ഒരു ഭൂമിശാസ്ത്ര മണ്ഡലത്തിലേക്ക് ഓടിക്കിതച്ച് വരേണ്ടതില്ല. നാം എവിടെയായിരുന്നാലും അവിടെ ഈ സാന്നിധ്യത്തെ നമുക്ക് ശക്തമായി അനുഭവിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവാത്മാവെന്നെ പഠിപ്പിച്ചൊരു കാര്യം കൂടെ പറയട്ടെ. ഈ സാന്നിധ്യം നാം പലപ്പോഴും ഉണ്ടെന്ന് തോന്നുകയാണ്
സ്തോത്രം. നാം പറയാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ 2-3 പേർ, ബാക്കി നമുക്കറിയാമല്ലോ. ആ വാഗ്ദത്തം അനുസരിച്ച് നീ ഞങ്ങളുടെ മധ്യേ ഉള്ളത് കൊണ്ട് സ്തോത്രം. ചിലരൊക്കെ ആണെങ്കിൽ ആ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട് എന്ന് കൈയടിക്കാമെന്നും പറഞ്ഞ് സ്വാഗതമൊക്കെ ചെയ്യാറുണ്ട്. എനിക്കതിനോട് യോജിപ്പില്ല. തിരുവെഴുത്തിൽ ഞാനതിന് അടിസ്ഥാനം കാണുന്നില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. അങ്ങനെ വചനം പറയുന്നത് കൊണ്ടുണ്ട് എന്ന് നാം അങ്ങ് ഗണിച്ചു പോകുകയല്ല. സ്തോത്രം. ദൈവ സാന്നിധ്യത്തെ നാം അനുഭവിക്കണം. അതെങ്ങനെയാ? സ്തോത്രം. കർത്താവിൽ ഞാൻ പഠിച്ചത്, കർത്താവിനെ പഠിപ്പിച്ചത് ഞാൻ പറയാം. നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് പോലെ പോരാ. നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് നാം അനുഭവിക്കുന്നത് പോലെ പോരാ. നമ്മുടെ മാംസത്തെ, ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന ത്വക്ക് നാം അനുഭവിക്കുന്നത് പോലെ പോരാ. നമ്മുടെ ഉള്ളിൽ നാം ഭക്ഷിക്കുന്ന ഭക്ഷണവും നാം ശ്വസിക്കുന്ന ജീവവായുവും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ രക്തത്തിൽ ജീവൻ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇന്ന് രാത്രി അനുഭവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. പ്രൈസ് ദ ലോർഡ്. അത് കേവലം നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം പോലെയല്ല. അത് കേവലം നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലെയല്ല. അത് കേവലം നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന ത്വക്കിനെ പോലെയല്ല. മറിച്ച് ഇൻസെപ്പറബിളായി വേർപെടുത്തുവാൻ കഴിയാത്തതുപോലെ നമ്മുടെ ശരീരത്തിൽ ജീവൻ വ്യാപരിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യത്തോട് അടുത്ത ഒരു ഇടപാടാണ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. പ്രൈസ് ദ ലോർഡ്. അത് നാം അനുഭവിക്കണം. അത് നാം അനുഭവിക്കണം. ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് തിരുസാന്നിധ്യം അനുഭവിക്കണം. തിരുസാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. ഹല്ലേലൂയ. ആ സാന്നിധ്യം നാം അനുഭവിച്ചാൽ അതിൽ ഒരു ഭീതികരമായ, ഭയപ്പെടുവാൻ കഴിയുന്ന ഒരു കാര്യവും കൂടെയുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നിയമപെട്ടകത്തോടു കൂടെയായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. നിങ്ങൾ ഒരുപക്ഷെ തിരുവെഴുത്തിൽ വായിച്ചിട്ടുണ്ടാവും. ആ നിയമപെട്ടകം, ആ പെട്ടകത്തിൽ നോക്കിയിട്ട് ചിലരൊക്കെ മരിച്ചുപോയി. വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. എത്ര പേര് മരിച്ചെന്നല്ലോ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 50,070 പേർ. ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കാം നമുക്ക്. The first Samuel, the book of 1 Samuel, chapter 6, verse 19. 1 ശമൂവേൽ 6:19 വാക്യം. ബേത്ത്ശെമേശ്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകകൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ മതി. ദൈവത്തിന്റെ സാന്നിധ്യം വസിച്ചിരുന്ന നിയമപെട്ടകം, ആ പെട്ടകത്തിൽ തൊട്ടു മരിച്ചവരെ നമുക്കറിയാം. സ്തോത്രം. എന്നാൽ ആ പെട്ടകത്തിൽ ജനം ഒന്ന് നോക്കിയത് കൊണ്ട് 50,070 പേര് സംഹരിക്കത്തക്കവണ്ണം ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. പ്രിയരെ, ഇന്നും ഞങ്ങൾ ചിലർ പകൽ സംസാരിച്ചപ്പോൾ സംസാരിച്ചൊരു വിഷയമാണ്, ദൈവസഭയുടെ അകത്ത് അശുദ്ധന്മാർ വർദ്ധിച്ചു വരുന്നു. ദൈവസഭയുടെ അകത്ത് അയോഗ്യന്മാർ പെരുകി വരുന്നു. ദൈവസഭയുടെ തലപ്പത്തു പോലും, സ്തോത്രം, അയോഗ്യന്മാരും അനാത്മീയന്മാരും അധികാരം കൈയാളുന്നു. ശുശ്രൂഷ വേദികൾ അങ്ങനെയുള്ള പലരുടെയും കയ്യിൽ അമർന്നു പോകുന്നു.
കാരണമെന്ത്? സ്തോത്രം, ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടമായിരിക്കുന്നു. നമ്മുടെ ഇടയിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ പ്രിയരെ, ഒരിക്കലും അങ്ങനെയുള്ള യാതൊരു ശക്തിക്കും നമ്മുടെ ഇടയിൽ പ്രബലപ്പെടുവാൻ കഴിയുകയില്ല. ആമേൻ. അങ്ങനെയുള്ളവർ അഥവാ കാലു വെച്ചാൽ തന്നെ ഭയപ്പെട്ട് ഒന്നുകിൽ നിലവിളിക്കും, അല്ല എങ്കിൽ ഓടിപ്പോകും, അതുമല്ല എങ്കിൽ ദൈവത്തിന്റെ കരം അവരുടെ മേൽ ഭാരമായി തീരും. ഇത് മൂന്നും പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല. കാരണം എന്തേ? ഇതാ കാരണം. സ്തോത്രം. ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ ആരില്ല? തമ്പുരാന്റെ സാന്നിധ്യമില്ല. അതാണ് നാം ഇന്നലെയും വായിച്ചത്. പുറപ്പാട് 33:4 3-ാം വാക്യത്തിൽ. സ്തോത്രം. ഞാൻ ഒരു നിമിഷ നേരം നിങ്ങളുടെ നടുവിൽ നടന്നാൽ ഞാൻ നിങ്ങളെ സംഹരിച്ചു കളയും. ഒരു നിമിഷ നേരം ഞാൻ നിങ്ങളുടെ നടുവിൽ നടന്നാൽ ഞാൻ നിങ്ങളെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. സ്തോത്രം. നമ്മുടെ തിരുവത്താഴ വേളകളിൽ പോലും പലയിടങ്ങളിലും പലപ്പോഴും തിരുസാന്നിധ്യമില്ല എന്നത് ഒരു നഗ്ന സത്യമാണ്. ഇന്ന് രാത്രിയിൽ ദൈവസഭ ഒരുമിച്ച് കർത്താവിനോട് കരയട്ടെ, തിരുസാന്നിധ്യം ഞങ്ങൾക്ക് മടക്കി തരണമേ. സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ ചിലരെ ഛേദിക്കപ്പെട്ടാലും സാരമില്ല, ജനം ഭയപ്പെടട്ടെ, നമ്മുടെ ഇടയിൽ ദൈവമുണ്ടെന്ന് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അത്ഭുതങ്ങൾ ഉണ്ടെന്നല്ല, അടയാളങ്ങൾ ഉണ്ടെന്നല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തമായ സക്രിയമായ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ജനത്തിന് വെളിവാകട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നാം ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാകണം. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനുവേണ്ടി നാം നമ്മെ സമർപ്പിക്കേണ്ടതുണ്ട്. കർത്താവേ, തിരുസാന്നിധ്യം. സ്തോത്രം. ഒരു കമന്റേറ്റർ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. He says, here is a warning. A church crowded with people and have of energy may not necessarily be a real church. It's possible for a church to be crowded because its people come to be entertained instead of instruction, and to be soothed instead of confronted with the fact of sin and the free offer of salvation. It may highly be a successful Christian club rather than a real Christian congregation. Praise God. അദ്ദേഹം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസഭ എന്ന് പറയപ്പെടുന്ന സംഘടനയിൽ ഒരുപക്ഷെ ആൾക്കാർ വന്നേക്കാം, എന്നാൽ അതൊരു സഭയാകണമെന്നില്ല. പലപ്പോഴും പലയിടങ്ങളിലും ജനം വരുന്നത് just to be entertained and be relieved, soothed. അവര് ഒരു എന്താണ് പറയുന്നത്, അല്പം ഒരു ആസ്വാദനത്തിനും ഒരല്പം പിരിമുറുക്കം ഒന്ന് മാറുന്നതിനും വേണ്ടി വരുന്നവരാകാം. അങ്ങനെയുള്ള ഒരിടമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ചർച്ച്, ബട്ട് ഇറ്റ് മേ ബി എ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ക്ലബ്. അത് കേവലം ഒരു ക്രിസ്ത്യൻ ക്ലബിന്റെ നിലവാരത്തിലേക്ക് താണുപോയി. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നു, our church, our congregation should not decline to be a Christian club, but it should keep the standard of the Christian church, where people should be confronted with the fact of sin and the free offer of salvation. Praise the Lord. പാപം എന്ന യാഥാർത്ഥ്യത്തെ ജനത്തിന് വിരൽ ചൂണ്ടിക്കൊടുത്തിട്ട് രക്ഷകനായ യേശുവിന്റെ കാൽവറിയെ കാണിച്ചു കൊടുത്ത് ആമേൻ പാപ വിമോചനത്തിനു വേണ്ടി ജനത്തെ അവിടേക്ക് നയിക്കുന്ന ദൈവസഭയായി ഞാനും നിങ്ങളും കൂടുന്ന ഇടങ്ങൾ മാറണമെന്നും കേവലം ജനത്തിന് ആസ്വാദനം നൽകുന്ന സുഖം നൽകുന്ന ആമേൻ ഒരു ക്രിസ്ത്യൻ ക്ലബായി നാം അധപ്പതിക്കരുതെന്നും ഈ രാത്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നോട് നിങ്ങൾ യോജിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നമുക്കൊരിക്കലും ഒരു ക്രിസ്തീയ ക്ലബായി തരം താഴരുത്. ഇന്ന് പല സംഘടനകളും
പ്രാദേശിക സഭകളും അങ്ങനെ തരം താണുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട്, ഇല്ല, ഞാൻ കൂടുന്ന സഭ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ, ഞാൻ ആരാധിക്കുന്ന ഇടം ഒരിക്കലും അങ്ങനത്തെ ഒരു ക്ലബായിട്ട് അതപ്പതിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ആമീൻ. എന്നാലാവോളം ദൈവ സാന്നിധ്യത്തെ അവിടെ തന്നെ സൂക്ഷിക്കുവാൻ ഞാൻ പരിശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വില കൊടുക്കുവാൻ തയ്യാറായിക്കൊള്ളുക. നമ്മുടെ കൂടിവരവുകൾ ദൈവസഭയുടെ നിലവാരം പുലർത്തുന്നതായും ദൈവ സാന്നിധ്യത്തിന്റെ പ്രഭ ശോഭിക്കുന്നതായും നിൽക്കും എന്നതിന് പക്ഷാന്തരമില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പല സഭകളെയും നോക്കി വിലപിക്കുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ എന്തൊക്കെയോ നടക്കുന്നു. ഹൊഫ്നിയും ഫീനഹാസുമൊക്കെ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുമ്പോൾ അവർ തോൽക്കും എന്ന അവസ്ഥ വന്നപ്പോൾ പറഞ്ഞു, പോ, എളുപ്പം പോയി ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവാ. പെട്ടകം കൊണ്ടുവന്നു. നാം വായിക്കുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ വായിക്കുന്നത്, പെട്ടകം കൊണ്ടുവന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമി കുലുങ്ങുമാറ് ഇസ്രായേൽ പാളയം ആർപ്പിട്ടു. ആർപ്പ് കേട്ടപ്പോൾ ഫെലിസ്ത്യർ ഭയപ്പെട്ടിട്ട് പറയുകയാ, അവരുടെ ദൈവം അവരുടെ ഇടയിൽ വന്നിട്ടുണ്ട്, ഇനിയും നമുക്ക് നിൽക്കാൻ കഴിയില്ല. പിന്നെ പറയുക, എന്നാലും സാരമില്ല, ഏതായാലും നമുക്ക് പൊരുതി. സംഭവിച്ചതെന്താ? സ്തോത്രം. ആർപ്പിട്ടു, ഭൂമി കുലുങ്ങുമാർ അവിടെ ബഹളം വെച്ചെങ്കിലും അവിടെ ആരുണ്ടായിരുന്നില്ല? ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതു നിമിത്തം ഇസ്രായേൽ തോറ്റു. ഈ പുരോഹിത പുത്രന്മാർ കൊല്ലപ്പെട്ടു. പെട്ടകം പിടിക്കപ്പെട്ടു. വാർത്ത അറിഞ്ഞ് മഹാപുരോഹിതനും ന്യായാധിപനുമായിരുന്ന ഏലി വീണു മരിച്ചു. ഒടുവിൽ മരുമകൾ ഒരു ഈഖാബോദിനെയും പ്രസവിച്ച് അവൾ മരിച്ചു. ഇന്ന് പല സഭകൾക്കും ഈഖാബോദ് എന്ന പേരിടേണ്ട ഗതിയെത്തിരിക്കുക. ചിരിച്ചു തള്ളരുതാരും. ഇന്ന് പല സഭകളുടെയും പേര് മറ്റു പല വേദപുസ്തക പേരുകളും മാറ്റിയിട്ട് ഈഖാബോദ് സഭയെന്നിടേണ്ട ഗതിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും കൂടിവരവുകൾ അതിനൊരു അപവാദമായിരിക്കണം. മഹത്വം ഇസ്രായേലിൽ നിന്നും പോയി എന്നതല്ല. ആമീൻ. നഷ്ടമായ ദൈവമഹത്വം ദൈവസഭയിലേക്ക് മടങ്ങി വന്നു എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ കൂടിവരവുകൾ മാറട്ടെ. ദൈവ സാന്നിധ്യത്തെ നമ്മുടെ ഇടയിലേക്ക് നമുക്ക് മടക്കി കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി നാം അതിനു വേണ്ടി ഒരുങ്ങുക. കർത്തൃ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ ദൈവ സാന്നിധ്യം നമ്മിലേക്ക് മടക്കി വരുത്തുക. എന്തുകൊണ്ടാണ് ആ പെട്ടകം പിടിക്കപ്പെട്ടത്? പ്രധാനമായും 2 കാരണങ്ങളാണ് ഞാൻ ദൈവാത്മാവിൽ മനസ്സിലാക്കുന്നത്. ഒന്ന്, പാപത്തിൽ തുടർന്ന പുരോഹിതന്മാരും പാപത്തിന് മൗനാനുവാദം നൽകിയ മഹാപുരോഹിതനും. തുയഥൈരാ സഭയോട് ചേർത്ത് നിങ്ങളത് ചിന്തിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ സ്തോത്രം, ആ സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ പറയുന്നുണ്ട്, ആ സഭയിൽ ഇസബേൽ എന്ന് പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അസാൻമാർഗികമായ ജീവിതം നയിച്ചു വന്നു. കർത്താവ് അവളെ താക്കീത് ചെയ്യുന്നു മാനസാന്തരപ്പെടാൻ. പക്ഷെങ്കിൽ അവൾ മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ സഭയിലെ ബാക്കിയുള്ളവരാരും ഇസബേലിനെ പോലെ അസാൻമാർഗികത ആ അവസ്ഥയിൽ ജീവിച്ചവരല്ല. പക്ഷേ അവരെയും ക്രിസ്തു താക്കീത് ചെയ്യുന്നു. അവളെ ആ സഭയിൽ വെച്ചു പുലർത്തുന്നു എന്നൊരു കുറ്റം നിങ്ങളിലും ആരോപിക്കുവാനുണ്ട്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഇസ്രായേലിൽ പെട്ടകം പിടിക്കപ്പെട്ട സമയത്തും സഭയിൽ തുയഥൈരാ സഭയിലുമുള്ളത് ഒരേ കുറ്റമാണ്. ഒന്ന്, പാപം ചെയ്യുന്ന ഒരു കൂട്ടർ അവിടെയുണ്ട്.
കൊരിന്ത്യ സഭയിലും അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഒരു പൗലോസ് വന്നതുകൊണ്ട് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായി. സ്തോത്രം. പാപം ചെയ്യുന്നവർ അവിടെ ഉണ്ടായിരുന്നു, മ്ലേച്ഛതയിൽ ജീവിക്കുന്നവരുണ്ടായിരുന്നു. അവർക്ക് മാനസാന്തരപ്പെടുവാൻ സമയം ദൈവം കൊടുത്തിട്ടും എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മ്ലേച്ഛതയ്ക്കും പാപത്തിനും അടിമകളായി പരിശുദ്ധാത്മാവ് രഹസ്യമോ പരസ്യമോ ആയി മാനസാന്തരത്തിന് അവസരം തന്നിട്ടും മാനസാന്തരപ്പെടാതെ നിങ്ങൾ ജീവിതം നയിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഭാരമായി തീരും. അല്ല എങ്കിൽ നിങ്ങൾ നിമിത്തം കൂടിവരവുകളിൽ പോലും തിരുസാന്നിധ്യമില്ലാതെയായി തീരും. മനസ്സിലാക്കണേ. ഈ രണ്ടിടത്തും അവിടെ പുരോഹിതന്മാരും ഇവിടെ ഇസബേൽ എന്ന പ്രവാചകയും, അവൾ പ്രവാചകയായിരുന്നു, പ്രവാചകയും മ്ലേച്ഛത ചെയ്ത് അസാൻമാർഗികമായ ജീവിതം നയിച്ചു വന്നു. മാനസാന്തരപ്പെടുവാൻ ദൈവം സമയം കൊടുത്തിട്ടും മാനസാന്തരപ്പെട്ടില്ല. സഭയുടെ കുറവോ? ഇവളെ സഭ വെച്ച് പുലർത്തി. A tolerance towards sin, a compromise towards sin. സ്തോത്രം. ക്രിസ്തീയ നീതിശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. നാം ഇങ്ങനെ പോകുമ്പോൾ ഒരു കോഴിയും ഒരു കുറുക്കനും ഇവർ തമ്മിൽ വഴക്കിടുന്നു. കോഴിയും കുറുക്കനും. നോക്കി, കോഴി എന്റേതാണോ? അല്ല. കുറുക്കൻ എന്റെയാണോ? അല്ല. പിന്നെ എനിക്കെന്തോ വേണം? രണ്ടും എന്റേതല്ല എന്നും പറഞ്ഞു പോയാൽ നാം ആരുടെ പക്ഷം ചേർന്ന് കഴിഞ്ഞു? കുറുക്കന്റെ. കാരണം നമുക്കറിയാം, കോഴിയും കുറുക്കനും തമ്മിൽ വഴക്കിട്ടാൽ കുറുക്കനെ ജയിക്കുള്ളൂ. നാം എന്റേതല്ലെന്നും പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകി പോയപ്പോൾ നാം മൗനമായി കുറുക്കന് പക്ഷം ചേരുകയായിരുന്നു. ഇതുപോലെ ദൈവസഭയുടെ അകത്ത് പാപവും അശുദ്ധിയും കണ്ടിട്ട് എനിക്കെന്തോ വേണമെന്നും പറഞ്ഞ് മൗനം അവലംബിച്ച് ഞാനും നിങ്ങളും പോയാൽ നാമും ആ പാപത്തിന് കൂട്ടുനിൽക്കുന്ന ഏലിയുടെയും തുയഥൈരാ സഭയുടെയും പാപത്തിന് പങ്കാളികളാകുമെന്ന് ഈ രാത്രി ദൈവാത്മാ വിളിച്ചു പറയുമ്പോൾ, സ്തോത്രം, പാപത്തോട് പടപൊരുതുവാനും അതിനെ ശുദ്ധീകരിപ്പാനും നാം ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. വെള്ളിയാഴ്ച രാവിലെ ദൈവദാസൻ വായിച്ച 106 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിച്ചുവല്ലോ, അപ്പോൾ ഫീനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാകുകയും ചെയ്തു. സ്തോത്രം. ഇസ്രായേൽ ജനവും ഒന്നടങ്കം പാപം ചെയ്ത് വിഗ്രഹാരാധികളായി മാറിയപ്പോൾ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്ന മോശ വിളിച്ചു പറയുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. ലേവ്യരെല്ലാം അതുവരെ കാളക്കുട്ടിയെയും കൊണ്ട് ഹോശന്ന പാടിയവർ എല്ലാം അവിടെ ഇട്ടിട്ടിതാ മോശയുടെ കൂടെ കയറി നിന്നു. അവർ ദൈവ കൽപ്പനയാൽ ശിക്ഷ നടത്തിയത് കൊണ്ട് ഇസ്രായേലും മുഴുവനും നശിച്ചു പോകാതെ ഒരു ശേഷിപ്പുണ്ടായി. സ്തോത്രം. പാപത്തിനടിപ്പെട്ട മോവാപ്യ, പാപത്തിനടിപ്പെട്ട ബാൽപയോരിനോട് ചേർന്ന ജനത്തിന്റെ മേൽ ദൈവം ശിക്ഷയച്ച മുഴുവൻ ഇസ്രായേലിനെയും കൊന്നൊടുക്കുമ്പോൾ ഫീനഹാസ് എന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ശിക്ഷ നടത്തിയത് കൊണ്ട് ഇസ്രായേൽ ജാതി മുഴുവനും നശിക്കാതെ ഒരു ശേഷിപ്പുണ്ടായി. ദൈവസഭയിലെ ഫീനഹാസുമാരായും ദൈവസഭയിലെ ലേവ്യരായും എനിക്ക് നിങ്ങൾക്ക് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ദൈവത്തിനെതിരെ ഉയരുന്ന പാപവും അശുദ്ധിയും കണ്ട് എനിക്കെന്തു വേണമെന്നും പറഞ്ഞ് മാറി നിൽക്കുവാനല്ല. നാം സഭയിലെ ആരുമല്ലെങ്കിലും ഒരു ഔദ്യോഗിക ഭാരവാഹിത്വങ്ങളും ഇല്ലെങ്കിലും ദൈവാത്മാവിന്റെ അഭിഷേകവും ദൈവ വചനത്തിന്റെ അറിവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പാപത്തിനെതിരെ വിരൽ ചൂണ്ടുവാൻ സമന്വയം നടത്താതെ, അനുനയം നടത്താതെ ലേവ്യരെ പോലെയും ഫീനഹാസിനെ പോലെയും പടവാൾ ചുഴറ്റുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ചിലരെ തിരയുകയാണ്. ദൈവത്തിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? പാടെ ഇല്ലാതെയായി തീരും. ഒരു വാക്യം കൂടെ നമുക്ക് അതോട് ചേർത്ത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 5.
മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഉണർവിന് വേണ്ടി നാം പലപ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, എന്നെ പഠിപ്പിച്ചതും, നോട്ട് എ റിവൈവൽ, റാദർ എ റിസറക്ഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ദ ചർച്ച്. We have so many assumptions, but what is needed is assurance and convictions. People looking for reformation, but it's not reformation, but what is required in the church is restoration. ഉണർവിനേക്കാൾ ദൈവസഭയിൽ ആവശ്യം ഒരു ഉയർപ്പാണ്. ഇന്ന് ദൈവസഭാംഗങ്ങളിൽ പലരും പാപങ്ങളിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥകളാ. ഒരു ഉയർപ്പ് ആവശ്യമുണ്ട്. അവിടങ്ങളിൽ ഉണർവല്ല. പല അനുമാനങ്ങളും വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ ദൈവജനത്തിന് ആവശ്യം ചില ഉറപ്പുകളാ. അനുമാനങ്ങളല്ല, ചില ബോധ്യങ്ങളാണ് ആവശ്യം. ദൈവസഭ ഇന്ന് നവോത്ഥാനത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നോട്ട് റിഫോർമേഷൻ ബട്ട് റെസ്റ്റോറേഷൻ ഈസ് നീഡഡ്. യഥാസ്ഥാപനമാണ് ആവശ്യം. അതാണ് നാം വായിച്ചത്. എഫേസ്യ സഭയോട് പരിശുദ്ധാത്മാവല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നെ പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മിക്കവാറുമൊക്കെ ആണ്ടർത യോഗങ്ങളിൽ വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് വിലാപഗീതങ്ങൾ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. സ്തോത്രം. യെശയ്യാ 1-ാം അധ്യായത്തിലും യിരെമ്യാ പ്രവചനം 8-ാം അധ്യായത്തിലും ഒക്കെ നാം കാണുന്നുണ്ട്, കാള, കഴുത, പെരിഞ്ഞാറ, കുറുപ്രാവ്, മീവൽ പക്ഷി, കൊക്ക തുടങ്ങിയ പക്ഷി മൃഗാദികളെയൊക്കെ. ഇവയൊക്കെയും മടങ്ങി വരവിന്റെ കാലം അറിയുന്നു. എന്നാൽ എന്റെ ജനം അറിയുന്നില്ല. ഉടയവനെ അറിയുന്ന, തീറ്റി തിന്നുന്ന സ്ഥലം അറിയുന്ന, മടങ്ങി വരേണ്ട കാലം അറിയുന്ന വിവേചന ബുദ്ധിയില്ലാത്ത പക്ഷിമൃഗാദികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദൈവം പറയുകയാണ്, എനിക്ക് ജനിച്ച ചില മക്കളുണ്ട്, പക്ഷെ അവർ അപ്പനും ഉടയവനുമായ എന്നെയും, സ്തോത്രം, അവർക്കെല്ലാം കൊടുക്കുന്ന എന്നെയും അവർ മടങ്ങി വരേണ്ട കാലത്തെയും അറിയുന്നില്ല. പുതിയ നിയമഭാഗത്തേക്ക് വന്നപ്പോൾ എഫെസോ സഭയോട് ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. എഫേസോ സഭയോട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഏതാണ്ട് 10 കൂട്ടം ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 10 കമൻഡേഷൻസ്, 10 കൂട്ടം കാര്യങ്ങൾ അവരുടെ നന്മയായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഒരു തിന്മയാണ് കർത്താവ് പറഞ്ഞത്. 10:1 എന്ന കണക്ക് അവിടെ ഉള്ളത്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിനക്കുണ്ട്. എന്നിട്ടാണ് പറഞ്ഞത്, നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർക്കുക. നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യത്തെ മടക്കി വരുത്തുവാനും ദൈവസന്നിധിയിലേക്കും മടങ്ങി വരുവാനും 3 ചുവടുകളാണ് ഉള്ളത്. 3 ചുവടുകൾ. അവിടെ
5-ാം വാക്യത്തിലുണ്ട്. റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റെസ്റ്റോർ. 3 ചുവടുകൾ. ഓർക്കുക, മനസാന്തരപ്പെടുക, യഥാസ്ഥാപനം ഉണ്ടാകുക. ആദ്യത്തെ പ്രവൃത്തി റെസ്റ്റോർ. റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റെസ്റ്റോർ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും ഒരു യഥാസ്ഥാപനത്തിന്റെ ആവശ്യമുണ്ട്, ഒരു മടങ്ങിവരവിന്റെ ആവശ്യമുണ്ട്. എവിടേക്ക്? എന്തിലേക്ക്? ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ടു ഗാഡ് ഹിംസെൽഫ്. ദൈവത്തിങ്കലേക്ക് തന്നെ നമുക്കൊന്ന് മടങ്ങി വരണം. സ്തോത്രം. വിലാപം 5:21 നാം അത് വ്യക്തമായി കാണുന്നുണ്ട്. Turn us back to you, O God. നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. നമുക്ക് മടങ്ങിപ്പോകേണ്ടത് മറ്റെങ്ങോട്ടുമല്ല. എവിടേക്കാ? അപ്പന്റെ ഭവനത്തിലേക്കാണ് നമുക്ക് മടങ്ങിപ്പോകേണ്ടത്. സ്തോത്രം. അപ്പന്റെ ഭവനത്തിലേക്ക്. നാം അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ച് ചുവട് വയ്ക്കുന്നുവെങ്കിൽ നമ്മിലേക്ക് ഓടി വരുന്ന പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മുടിയൻ പുത്രന്റെ കഥ എടുത്തുകൊണ്ട്, എ വാക്കിംഗ് സൺ ആൻഡ് എ റണ്ണിംഗ് ഓർ റഷിംഗ് ഫാദർ. മുടിയൻ പുത്രൻ അപ്പന്റെ ഭവനത്തിലേക്ക് വളരെ ശാന്തമായി, അപ്പൻ എന്നെ സ്വീകരിക്കുമോ, അവൻ എന്തു ചെയ്യും, എങ്ങനെയായിരിക്കും പ്രതികരണം എന്നൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് പതിയെ പതിയെ ഭീതിയോടുകൂടെ നടന്നു ചെല്ലുമ്പോൾ ഇതാ ബാൽക്കണിയിൽ നിന്ന്, ഒരുപക്ഷെ ടെറസിൽ നിന്നാകാം, ദൂരെ നിന്ന് മകന്റെ ആ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് ഓടിയെടുക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാം. ഇന്ന് രാത്രിയിൽ ദൈവസഭയെ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ നാം ചുവടുകൾ വച്ചാൽ, നാം അപ്പനിലേക്ക്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി പോകുന്നതിനേക്കാൾ വളരെ വളരെ ശീഘ്രഗതിയിൽ നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുന്ന ഒരു സ്വർഗസ്ഥ പിതാവ് നമുക്കുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കാൽവരി ക്രൂശിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ആ ക്രൂശിങ്കലേക്ക് നാം ഒന്ന് അടുത്തു വന്നാൽ നമ്മിലേക്ക് ഓടി വന്ന് നമ്മെ തന്റെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഈ രാത്രിയിൽ നമുക്കൊരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട്. Come back to God himself, to the person of God himself. ദൈവത്തിന്റെ ആളത്വത്തിലേക്ക്, ദൈവത്തിങ്കലേക്ക് തന്നെ നമുക്കിന്ന് രാത്രി ഒന്ന് മടങ്ങിപ്പോകണം. കർത്താവിനോട് പറ, കർത്താവേ, നിങ്കിൽ നിന്ന് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എനിക്ക് വേണ്ടത് നിന്നെയാ. മനസ്സിലാവുന്നുണ്ടോ? ദൈവമേ, അങ്ങയിൽ നിന്നും എനിക്കൊന്നും വേണ്ട, എന്നാൽ എനിക്ക് വേണ്ടത് അങ്ങയെ തന്നെയാണ്. ദൈവത്തെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായി, ദൈവത്തെ തന്നെ നമ്മുടെ നിക്ഷേപമായി നാം സ്വീകരിച്ചാൽ, ഹല്ലേലൂയ, അതിൽ പരം ഭാഗ്യം വേറെ ഉണ്ടോ പ്രിയരെ? സ്തോത്രം. കർത്താവിങ്കലേക്കൊരു മടങ്ങി വരവ്. 2, ദൈവത്തിന്റെ വചനത്തിലേക്കൊരു മടങ്ങി വരവ്. Come back, a restoration to the word of God. ദൈവവചനത്തിലേക്കൊരു മടങ്ങി വരവ് ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. ദൈവവചനത്തിലേക്കൊരു മടങ്ങി വരവ്. നാം ദൈവവചനത്തെ വിട്ട്, സ്തോത്രം, മറ്റു പലതിലേക്കും മാറിപ്പോയിട്ടുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് എഴുതപ്പെട്ട തിരുവെഴുത്തിന്റെ സത്യത്തിലേക്കും പഥ്യത്തിലേക്കും മടങ്ങി വരുവാൻ ഈ രാത്രി ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 3, to the love of God. ദൈവ സ്നേഹത്തിലേക്കൊരു മടങ്ങി വരവ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമുണ്ട്. ദൈവ സ്നേഹത്തിലേക്കൊരു മടങ്ങി വരവ്. കർത്താവ് വന്നില്ലെങ്കിൽ വരും ദിവസങ്ങൾ അതിനെ ഞാൻ വിവരിച്ചു കൊള്ളാം. സ്തോത്രം. ദൈവ സ്നേഹത്തിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമുണ്ട്. To the higher standard of holiness. വിശുദ്ധിയുടെ ഉയർന്ന തലങ്ങളിലേക്ക് നമുക്കൊരു മടങ്ങിയ വരവിന്റെ ആവശ്യമുണ്ട്. വിശുദ്ധിയുടെ ഉയർന്ന തലങ്ങളിലേക്ക്. ഇന്ന് രാത്രിയിൽ നാം അതിനൊരുക്കമാകുമോ? കർത്താവേ, ഞാൻ മടങ്ങി വരുവാൻ ഒരുക്കമാ. 1, റിമെമ്പർ,
ഓർക്കുക. 2, റിപ്പന്റ്. നമ്മുടെ ഹൃദയം ഇന്ന് രാത്രി ഉടയട്ടെ. നമ്മുടെ അപ്പനെ വിട്ട്, ദൈവത്തെ വിട്ട് നാം ലോകത്തിന്റെ അവസ്ഥകളിലേക്ക് ഇറങ്ങിപ്പോയ വസ്തുതകളെ ഓർത്ത് ഈ രാത്രി നമ്മുടെ ഹൃദയം ഉടയട്ടെ. കാൽവറിയിൽ സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞുകൊണ്ടുപോലും നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹത്തെ നാം പലപ്പോഴും തള്ളിക്കളഞ്ഞ് ലോകത്തെ സ്നേഹിച്ച നമ്മുടെ പാപം ഈ രാത്രി നമുക്ക് കർത്താവിനോട് നേറ്റു പറയാം. കർത്താവിങ്കിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ആദ്യ ദിവസം ഓർപ്പിച്ചതുപോലെ ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത വചനങ്ങളായിരിക്കില്ല, വാഗ്ദത്തങ്ങളായിരിക്കില്ല നമുക്ക് കർത്താവ് നൽകി തരുന്നത്. എന്നാൽ ദൈവം നമുക്ക് നൽകി തരുന്ന വചനത്തിലൂടെ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മെ അവങ്കലേക്ക് മടക്കി വരുത്തുകയും സ്തോത്രം ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വസിക്കുന്ന അനുഭവത്തിലേക്ക് നാം എത്തുകയും ചെയ്യുക എന്നുള്ളതാ. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയം ഒന്ന് ഉടഞ്ഞ്, ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയം ഒന്ന് തകർന്ന് നമുക്ക് കർത്താവിങ്കിലേക്കൊന്ന് അടുത്തു വരാം. നമ്മുടെ കണ്ണുകൾ ഈറനണിയട്ടെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ. ദൈവസന്നിധിയിൽ വന്ന് നാം ചിരിച്ച് സന്തോഷിച്ചു പോകുന്നവരായിട്ടല്ല, കരഞ്ഞ് അനുതപിച്ചു പോകുന്നവരാകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ടെന്ന്, എനിക്കൊരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ നാം എത്ര പേര് ചിന്തിക്കുന്നു? ദൈവസന്നിധിയിലേക്ക് എനിക്കൊരു മടങ്ങി വരവിന്റെ, അപ്പന്റെ സ്നേഹത്തിലേക്ക് ഒരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ടെന്ന് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നു? നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ വരുന്നു. ഇതുവരെയും പാപത്തിന്റെ അവസ്ഥകളിൽ ജീവിക്കുകയാണെങ്കിൽ, കാൽവറിയിലെ സ്നേഹത്തെ മറന്നുകൊണ്ടുള്ള യാത്രയായിരുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ കാൽവറി ക്രൂശിൽ എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് നിലവിളിച്ചുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ട നസറായനായ യേശുവിന്റെ സ്നേഹ ആഹ്വാനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് രാത്രി കർത്താവിങ്കിലേക്ക് നമുക്കൊന്ന് ഓടിയെടുക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ മുടിയൻ പുത്രൻ അവന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ സമ്മതിച്ചുകൊണ്ട് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിച്ചു. അവൻ എഴുന്നേറ്റു, അപ്പന്റെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ അപ്പന്റെ വീടിനോട് നടന്നെടുക്കുന്ന മുടിയൻ പുത്രനെ കണ്ടുകൊണ്ട് ഓടി വന്ന് അവനെ ആലിംഗനം ചെയ്ത് അവന്റെ അവസ്ഥയിൽ തന്നെ അവനെ സ്വീകരിച്ച് അവന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി. അവൻ പറഞ്ഞതുപോലെ ദാസന്മാരിൽ ഒരുവനെ പോലെയല്ല, അവന്റെ നഷ്ടപ്പെട്ടു പോയ മകന്റെ സ്ഥാനത്തു തന്നെ അവനെ പ്രതിഷ്ഠിച്ച് അവന് വേണ്ടതൊക്കെ കൊടുക്കുക ആ പിതാവ് സ്നേഹം കാണിച്ചതുപോലെ ഇന്ന് രാത്രിയിലും നമ്മയും നമ്മുടെ ദൈവം, നമ്മുടെ പിതാവ് സ്നേഹിക്കുന്നു. ഒറ്റ കാര്യം, ആ മുടിയൻ പുത്രനെ പോലെ സ്വന്തം ജീവിത പരാജയങ്ങൾ സമ്മതിക്കുക, അപ്പനിലേക്കൊന്ന് തിരിഞ്ഞു നടക്കുക. Walk back to the Father. അപ്പനിലേക്കൊന്ന് തിരിഞ്ഞു നടക്കൂ. ഇന്ന് രാത്രിയിൽ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇടത്തു തന്നെ ഇരുന്നു കൊണ്ട് കർത്താവിനോട് നിലവിളിച്ചു പറ, കർത്താവേ, തെറ്റിപ്പോയി, ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരുന്നു. അങ്ങയുടെ സമ്പൂർണ്ണ കർത്തൃത്വത്തിന് കീഴ്പ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. ഈ രാത്രി നമുക്ക് സമർപ്പിക്കാം. നാം പാടി ദൈവത്തെ ആരാധിക്കുന്നതിന് മുൻപ് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒരു സമർപ്പണമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കരയുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ പൊട്ടിക്കരയട്ടെ. കണ്ണുനീർ അണപൊട്ടി നമ്മിൽ നിന്നും ഒഴുകട്ടെ. ആ പാപിനിയായ സ്ത്രീ അവളുടെ കണ്ണുനീരിലൂടെ അനുതാപത്തിന്റെ കണ്ണുനീര് വീഴ്ത്തിയതുപോലെ നാമും അനുദപിച്ച് ഹൃദയം തകർന്ന് ക്രിസ്തുവിന്റെ പാദങ്ങളിലേക്ക് അടുത്തു വന്നാൽ ഇന്ന് രാത്രി കാൽവറിയിൽ വെളിപ്പെട്ട സ്നേഹത്താൽ, ആ പ്രായശ്ചിത്ത യാഗത്താലും ദൈവം നമ്മെ തന്നെ മക്കളാക്കി പുത്രി പുത്രന്മാരായി തീർത്ത് തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അലങ്കരിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ വരുന്നു. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് അങ്ങയുടെ സാന്നിധ്യത്തിന്റെ നിറവനുഭവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മാനസാന്തരപ്പെടാത്തവരായും പാപികളെ സഹിക്കുന്നവരായും തീരാതെ, പാപത്തോട് അനുരഞ്ജനം നടത്താതെ, ഞങ്ങൾ ആ ഫീനഹാസിനെ പോലെ, ലേവ്യരെ പോലെ, പൗലോസിനെ പോലെ അവൻ അശുദ്ധിക്കും പാപത്തിനുമെതിരെ ദൈവവചനത്തിന്റെ പടവാൾ ചുഴറ്റിക്കൊണ്ട് അവൻ വിശുദ്ധിക്ക് വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും നിൽക്കുന്നവരാകുവാനും, ഞങ്ങളിൽ പലയിടങ്ങളിലും നഷ്ടമായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ മടക്കി വരുത്തുവാനും ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മടക്കി തന്ന് അതിന്റെ ശക്തി കൊണ്ടും ശോഭ കൊണ്ടും ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ഈ നാളുകളിൽ ദൈവസഭയുടെ നിലവാരത്തിൽ തന്നെ സൂക്ഷിക്കണമേ. ഒരു ക്ലബായിട്ട് അധപ്പതിപ്പാൻ ഞങ്ങളെ അനുവദിക്കരുതേ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.